അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് 3 സവാള എടുത്തിട്ടുണ്ട്, 4 തക്കാളി, ചെറിയ തക്കാളിയായ കാരണം സവാള നല്ല വലിപ്പമുള്ള 3 സവാള, അതേപോലെ തന്നെ തക്കാളി നല്ല വലിപ്പമുള്ള തക്കാളിയാണ് വെച്ചെങ്കിൽ 2 മതി കേട്ടോ. ഞാൻ തക്കാളി ചെറുതായ കാരണം 4 എടുത്തിട്ടുള്ളത്. നല്ല ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ അടിപൊളി കറിയാണിത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ചിക്കൻ മഞ്ചൂരി ഒക്കെ ഉണ്ടാക്കണ പോലെ സവാള 6 കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിക്കല്ല, കട്ട് ചെയ്തിക്കുകയാണ്. എന്നിട്ട് അതേപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇത് വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ പറ്റുക, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഗ്രാമ്പു, പട്ട, ഏലക്ക, അതേപോലെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് ഒന്ന് നന്നായി വറവിട്ടതിന് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഇത് പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ നല്ല ജീരകം, 4 വെളുത്തുള്ളി, ഗ്രാമ്പു, പട്ട, ഏലക്ക, അതെല്ലാതും കൂടെ ഒന്നും കൂടിയും സവാളയും തക്കാളിയും അതൊക്കെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും വഴറ്റുക. ഇത് വെളിച്ചെണ്ണയിലിട്ട് മൂത്ത് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലേക്ക് ഒരു അരപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അരപ്പുണ്ടാക്കാനാണ് കേട്ടോ, കറിയിലേക്കുള്ള അരപ്പിനാണ് നമ്മൾ ഇത് എടുക്കുക. മറ്റേത് നമ്മൾ ആദ്യം കോരി വെച്ചത് ലാസ്റ്റ് കറിയിലേക്ക് ഇടാനുള്ളതാണ്. പകുതി വഴന്ന് വന്നപ്പോൾ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചില്ലേ, അത് ലാസ്റ്റ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു അരപ്പുണ്ടാക്കാനാണ്, കറിയിലേക്കുള്ള അരപ്പിനാണ് കേട്ടോ. ഇത് വെള്ളം ഒഴിക്കാണ്ട് തന്നെ അടിച്ചെടുക്കണം. ചൂടാറിയതിൻ്റെ ശേഷം അടിക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അത് വീഡിയോ ഇട്ടിട്ടില്ല, വീഡിയോ സ്ലിപ്പായതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. ഈ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് അത് വഴറ്റി വരുമ്പോഴാണ് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. അത് കറിക്ക് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കോൺഫ്ലവർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് കറി വെക്കാതിരിക്കരുത്. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് കുറച്ചും കൂടെ വെള്ളം, ഈ അരപ്പ് അരച്ചെടുത്ത മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിലും ഈ കറി വെക്കുക, ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ കോൺഫ്ലവറും ചിക്കൻ മസാല ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഈ കറി വെക്കാതിരിക്കരുത്. സവാളയും തക്കാളിയും, നല്ല ജീരകം, വെളുത്തുള്ളി, അതേപോലെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി വെക്കുക, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം ഇതിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, കീറിയത് ഇട്ട് കൊടുക്കുക, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ പ്ലേറ്റിൽ കോരി വെച്ച സവാളയും തക്കാളിയും ഉണ്ടല്ലോ, ഇതിൽ നിന്ന് പകുതി കോരി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച്, എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ല, കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇല്ല എന്ന് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താലും ഈ കറി നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിന് പകരമാണ് ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് ചെയ്തിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.